യോ ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. എഴുതിയിരിക്കുന്നത് ദിനു തോമസ് ഈലാൻ, പിന്നെ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ജോജി ചേട്ടൻ, ബിജു മേനോൻ ചേട്ടൻ, ലെന, ലിയോണ ലിഷോയ്, നിരഞ്ജന അനൂപുണ്ട്, ശ്യാമപ്രസാദ് ഉണ്ട്, ഇർഷാദ് അലി, പിന്നെ ഉണ്ട് നമ്മുടെ മറ്റേ മല്ലു ബോയ്, മറ്റേ റിനോഷ് ജോർജ്, പിന്നെ നമ്മുടെ ആടുജീവിതത്തിലൊക്കെ ഉള്ള ഗോകുല് മച്ചാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു നിര പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പടത്തിന്. മ്യൂസിക് ബൈ വിഷ്ണു ശ്യാം, സിനിമാറ്റോഗ്രാഫി ബൈ ആസ് ഓൾവേസ് സതീഷ് കുറുപ്പ്. ജിത്തു ജോസഫ്, സതീഷ് കുറുപ്പ്, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പുള്ളി പേഴ്സണലി എനിക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് വെച്ചിരിക്കാന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിൻഡ ജിത്തു ജോസഫിൻ്റെ വൈഫാണ്. പിന്നെ അർഫാസ് അയ്യൂബ് നമ്മുടെ ലെവൽ ക്രോസിൻ്റെ ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു നിര ഉണ്ട് സിനിമേൻ്റെ പിന്നിൽ. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു ഇൻവെസ്റ്റിഗേഷണൽ ടച്ചുള്ള ഒരു ക്രൈം ഡ്രാമ, ഒരു ഡ്രാമയാണ്, ഒരു ഇമോഷണൽ റൈഡാണ് സിനിമ. സിനിമയിൽ ജോയി ചേട്ടൻ്റെ കഥാപാത്രവും ബിജു മേനോൻ ചേട്ടൻ്റെ കഥാപാത്രവും അടിപൊളി. അവർ രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആർക്ക് തുടക്കത്തിൽ പിടിച്ചിരിക്കുന്നത്, എസ്പെഷ്യലി ബിജു മേനോൻ ചേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ആ അനുരാഗ് കരിക്കും വെള്ളത്തിൽ കണ്ട അതേ ലുക്ക് 10 വർഷത്തിന് ശേഷവും പുള്ളി അതേ ലുക്ക് പിടിച്ചിട്ടുണ്ട്. ആ കൂടെ കൈവണ്ണം കുറച്ച് കുറഞ്ഞു, കൈക്ക് ഒരു വണ്ണം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. കാരണം പുള്ളി ഒരു ഇടിവെള്ളം ഇടുന്നുണ്ട്. ഈ കുറച്ച് കൈവണ്ണം ഉള്ളവരുടെ കയ്യിൽ ഇടിവെള്ളം നല്ല സ്യൂട്ടായിരിക്കും. ഇത് പക്ഷേ ഒരു എന്താ പറയുക, ഒരു മിസ്ഫിറ്റ് പോലെയാണ് എനിക്ക് അവിടെ തോന്നിയത്. അത് ഞാൻ തുറന്നു പറയുകയാണ്. ജോജി ചേട്ടൻ കിടിലം, രണ്ടുപേരുടെ പെർഫോമൻസ്, പിന്നെ ലെനേൻ്റെ പെർഫോമൻസ് ആയാലും, ലിയോണ ലിഷോയ്, ഇർഷാദ് അലി, ഇവരുടെയൊക്കെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പോലീസുകാർ നല്ല രീതിക്ക് തന്നെ അവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം മെയിൻലി അവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സോഷ്യൽ മെസ്സേജാണ്. അത് പലർക്കും വർക്കായിട്ടുണ്ട്, ചിലർക്ക് വർക്കാവാതിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാഡ് പാരൻറ്റിങ് അല്ലെങ്കിൽ ടോക്സിക് പാരൻറ്റിങ്, എന്താ പറയുക, ഒരു അച്ഛൻ മകൻ സംഭവം, അതൊക്കെ നല്ല രീതിക്ക് പോയില്ലെങ്കിൽ മക്കളെ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹവും അഫെക്ഷനും നല്ല രീതിക്ക് അത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് വെച്ചാൽ ഇർഷാദ് അലിയും മകൻ്റെ കഥാപാത്രവും അവർ നല്ല രീതിക്ക് ഇരിപ്പുണ്ടെന്ന് കാണിക്കുന്നിടത്ത്, ബിജു മേനോൻ ചേട്ടൻ്റെയും ഗോകുലിൻ്റെയും ആ കഥാപാത്രത്തിന് എന്താ പറയുക, ഒരു കമ്പാരിസൺ പോലെ ചെറിയൊരു സീൻ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നല്ല രീതിക്കുള്ള അച്ഛൻ്റെ സ്നേഹം, നല്ല രീതിക്കുള്ള മറ്റേ വളർത്ത് ശീലം, അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ വേണം. അത് എന്താ പറയുക, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ ആയില്ലെങ്കിൽ മക്കളിൽ പല രീതിയിലുള്ള ചിന്തകളുണ്ടാവും, അവർ ടോക്സിക് ആവും, അവർ പല രീതിയിൽ പല വഴിക്ക് പോയെന്ന് വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ക്ലിയർ കട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിൽ കൊണ്ടെത്തിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി എൻഗേജിങ് ആണ്. 2.25 മണിക്കൂർ എന്തോ സിനിമ ഉള്ളൂ. കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഒരിടത്തും അങ്ങനെ ഒരു പോരായ്മ ഉള്ളതോ ഒരു ലാഗ് അടിക്കുകയോ അല്ലെ വാച്ച് നോക്കാനോ ഫോൺ നോക്കാനോ തോന്നുന്നു ഒരു എലമെൻറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് പറയാൻ. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ ടച്ച് ഉണ്ട്. ഈ ഒരു സോഷ്യൽ മെസ്സേജ് ത്രൂ ഔട്ട് പടം എന്താ പറയുക, ടിൽ ദ എൻഡ് അവർ അത് ഒന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടച്ചിലോട്ട്, ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെരച്ചിൽ, ഒരാളെ സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരാളെ തെരഞ്ഞു പോകുന്ന ഒരു സംഭവം, ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ കേസുകളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു സംഭവം. ആ ഒരു എന്താ പറയുക, ഒരു നറേറ്റീവ് ഉണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ബോധിച്ചടേ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ബോധിച്ചു. ഇതെന്താ ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണേണ്ട ഒരു ചിത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് നമ്മൾ ജിത്തു ജോസഫ് സിനിമയിൽ കാണാറുള്ളതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റേ നമ്മളെ മൈൻഡ് ഇതാക്കി കളയുന്ന ട്വിസ്റ്റോ, നമ്മളെ മറ്റേ എഡ്ജ് ഓഫ് ദി സീറ്റിൽ ഇങ്ങനെ ഇരുത്തി എന്തരാണ് സംഭവം എന്ന് കാണിക്കുന്ന അങ്ങനത്തെ ഒരു ലെവലോ ദൃശ്യമോ മെമ്മറീസോ അങ്ങനത്തെ ഒരു ലെവല് സംഭവങ്ങളും ഉള്ള ഒരു സിനിമയല്ല ഇത്. ദിസ് ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു ഇമോഷണൽ റൈഡ്. നല്ല രീതിയിൽ അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. DOP ആയാലും മ്യൂസിക് ആയാലും എനിക്ക്
എല്ലാം നല്ല രീതിക്ക് എനിക്ക് പേഴ്സണലി കൺവേ ആയി. ഇതിലൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് ഗോകുലിൻ്റെ കഥാപാത്രം ആക്ച്വലി നല്ല രീതിക്ക് അത് എഴുതിയിട്ടുണ്ട്, നല്ല രീതിക്ക് അവർ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി അത് എന്താണെന്ന് വെച്ചാൽ കഥയിലോട്ട് ഞാൻ അധികം വരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ബേസിക് പ്ലോട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു എന്താ പറയുക സീൻസിലോട്ട് ഞാൻ വരുന്നില്ല. ഇവർക്ക് ഈ ഗോകുലിന് പകരം നമുക്ക് എല്ലാവർക്കും ഗോകുലിനെ അറിയാത്തവർ ഉണ്ട്. ആടുജീവിതം കണ്ട ആടുജീവിതത്തിൽ അത്രത്തോളം പുള്ളിനെ നോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ഗോകുലിൻ്റെ ആളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അല്ലാത്ത പക്ഷം നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ആരെങ്കിലും, എല്ലാവർക്കും കണ്ടു പരിചയമുള്ള ഒരു മുഖം, ഈ പുള്ളിയും കൂടി സിനിമയിലുണ്ട്, ഈ പുള്ളി ആ ഒരു ഇൻറ്റൻസ് സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളിനോടുള്ള എന്ന് വെച്ചാൽ പുള്ളീനെ നമ്മൾ കണ്ട് പരിചയമുള്ളത് വെച്ച് നമുക്ക് എന്താ പറയുക, ഓക്കെ ഇതൊന്ന് പെട്ടെന്നാവണം ആ ഒരു ഇൻറ്റൻസിറ്റി നമ്മളിൽ ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫെമിലിയർ മുഖത്തിനെ കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പുള്ളീൻ്റെ ക്യാരക്ടർ ശോകമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറേ കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. അപ്പോൾ ടോട്ടലി ഈ സിനിമ എനിക്ക് എന്താ പറയുക, ഒരു കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത് നമ്മളെന്താ പറയുക, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ നല്ല ഫീൽ ഗുഡ് രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ സോഷ്യൽ മെസ്സേജ് വരുന്ന സിനിമകൾ, അല്ലെങ്കിൽ ഈ മെർസലൊക്കെ പോലെ ഭയങ്കര മാസും ആക്ഷനും അന്ത അളവിലോട്ട് പോകുന്ന രീതിയിലൊരു സോഷ്യൽ മെസ്സേജ് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ആ രണ്ട് എക്സ്ട്രീംസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഇത് എന്താ പറയുക, ഒരു ഇന്നോവേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ ഇതുപോലത്തെ സിനിമകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കണ്ടിട്ടുണ്ടോ എന്ന് ഓർക്കൊന്നുമില്ല, അത് വേറെ കാര്യം. ബട്ട് എനിക്ക് പേഴ്സണലി വർക്കായണേ. ഇനി ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ട് തീരുമാനിക്കുക. പെർഫോമൻസ് ഒക്കെ കിട്ടില്ല, എല്ലാവരും അടിച്ച് പൊളിച്ച് സിനിമയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു എന്താ പറയുക, ലെനേൻ്റെ ക്യാരക്ടറിൻ്റെ ക്ലൈമാക്സിലൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റോറീൻ്റെ ആ സ്ക്രീൻ പ്ലേ കണക്ട് ചെയ്ത് വരുന്ന രീതിയും പുള്ളിക്കാരി അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് നല്ല ഒരു രസമുള്ള സീനായിരുന്നു. പിന്നെ എനിക്കൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത്, സംഗതി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ മനസ്സിലായി തുടങ്ങി. ഇനി എങ്ങോട്ടാണ്, ഏത് രീതിയിലേക്കാണ്, എവിടെയൊക്കെ എന്ത് സംഭവിക്കുക എന്നൊക്കെ അത്യാവശ്യം ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളൊക്കെ കാണുന്നവർക്ക് കത്താം. ഇതിൽ ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിലോട്ട് വരുന്ന ഒരു പോർഷൻ എന്ന് വെച്ചാൽ പടത്തിൻ്റെ എൻഡിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും അവർ എന്താ പറയുക, അടുത്ത ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പടം അൺവീൽ ആയിക്കൊണ്ടിരിക്കുക സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ ക്ലൈമാക്സിൽ ഒരു ഫൈനൽ സ്റ്റെപ്പ് അൺവീലിങ്ങിൽ എനിക്ക് ഒരുമാതിരി ഒരു പസിൽ സോൾവിങ്, ഒരു ട്രഷർ ഹണ്ട് അതുപോലത്തെ ഒക്കെ ഒരു വൈബ് അടിച്ചു. അത്ര നേരം ഒരു ഇമോഷണൽ റൈഡിലൊക്കെ പോയിട്ട് ആ ഒരു സമയത്ത് ഇത് കണ്ടപ്പോഴത്തേക്ക് അയ്യേ അതെന്താ അങ്ങനെ ഏത് എന്നുള്ളൊരു ചോദ്യം എന്നിൽ വന്നു. എത്ര പേർക്ക് അത് ഞാൻ പറയുന്ന സാധനം മനസ്സിലാവുമെന്നറിയാം, സിനിമ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. എന്തായാലും സിനിമ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് തന്നെ തോന്നി. നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു സിനിമ, അത് അത്യാവശ്യം നല്ല രീതിക്ക് എടുത്തും വെച്ചിട്ടുണ്ട്, മേക്കിംഗ് ഒക്കെ കൊള്ളാം. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് പടം. ഇനിയിപ്പോൾ പ്രകമ്പനം എനിക്ക് വലിയ താല്പര്യമില്ല, നല്ല സിനിമയാണെന്ന് കേൾക്കുകയാണെങ്കിൽ പോയി കാണാം. പിന്നെ അടുത്ത ആഴ്ച ജയറാമേട്ടൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്, ജയറാമേട്ടനും കാലദാസമുള്ള, അത് കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു, അതെന്തായാലും കണ്ടു നോക്കണം. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് വീഡിയോ ആൻഡ് ബൈ.